500 കോടിയുടെ ഒരു പടം വന്നിട്ടുണ്ട്, നമുക്ക് ചെയ്താലോ? 500 കോടി ഞാൻ ചെയ്യില്ല. കുറഞ്ഞത് ഒരു 1000 കോടിയുടെ ബഡ്ജറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ കുറഞ്ഞതൊന്നും ഞാൻ ചെയ്യില്ല. കഴിഞ്ഞ പടങ്ങളെല്ലാം എനിക്ക് വിജയമാണ്. അപ്പൊ പിന്നെ ഞാൻ 500 കോടിക്ക് ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു? എൻ്റെ പ്രേക്ഷകർ കാണാനുണ്ട്. അതുകൊണ്ട് എനിക്ക് 1000 കോടിയെങ്കിലും ബഡ്ജറ്റ് വേണം. കുറഞ്ഞത് ഒരു 5 വർഷമെങ്കിലും ഷൂട്ടിങ് വേണം. നമുക്ക് ബോളിവുഡിൽ നിന്ന് നമുക്ക് ആളിറക്കാം. പിന്നെ ഞാൻ ഇടിക്കാൻ വരുമ്പോ ഒരു 10,000 പേര് അവിടെ നിന്ന് വേണം, ഒരു 10,000 പേര് ഇവിടെ നിന്ന് വേണം. ഞാൻ ഇടിക്കുമ്പോ കുറെ പേര് ആകാശത്തോട്ടും പോകണം, കുറെ പേര് കടലിലോട്ടും പോകണം, തിരിച്ചു വരരുത്. എല്ലാ ഷൂട്ടിലും എനിക്ക് കൂളിംഗ് ഗ്ലാസ് വേണം. പിന്നെ ഷൂട്ടില് അവിടെ ബോംബ് പൊട്ടുമ്പോ ഞാൻ അവിടെ നിന്ന് ചാടി വന്നത് സീനാതിരിക്കുക വേണം. എൻ്റെ ദേഹത്ത് ഒന്നും പറ്റാണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നത്. അതൊക്കെ ഷൂട്ട് ചെയ്യണം, മാസായിരിക്കണം. US-ലും കാനഡയിലും എൻ്റെ ബോഡി, എൻ്റെ ഫിഗർ എല്ലാം ഫ്ലെക്സ് എല്ലായിടത്തും വേണം, എല്ലാ ജംഗ്ഷനിലും വേണം. ഫ്ലെക്സ് ഒക്കെ നമുക്ക് അത്രയും വേണോ? തീർച്ചയായിട്ടും ഇല്ല, ഇല്ല, നോ കോംപ്രമൈസ്. എനിക്കത് വേണം. എൻ്റെ പ്രേക്ഷകര് എന്നെ കാണാനാണ് തിയേറ്ററിൽ വന്നത്. അപ്പോ എൻ്റെ ഫ്ലെക്സ് എല്ലായിടത്തും വേണം. കളിക്കേണ്ടില്ലേ, എത്ര കോടിയാണ്. അപ്പൊ പിന്നെ എനിക്ക് കിട്ടണ്ടേ? ഇത്ര അംഗീകാരം എനിക്ക് കിട്ടണം, ഇത്ര പബ്ലിസിറ്റി എനിക്ക് വേണം. അതിൽ കുറഞ്ഞ ഒരിനും ഞാനില്ല. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കി കുഴപ്പമില്ല, ഞാൻ വച്ച കണ്ടീഷനിൽ വേണം. ആദ്യത്തെ പാൻ ഇന്ത്യൻ സ്റ്റാറാണ് ഈ ഞാൻ. ഹോളിവുഡിൽ നിന്ന് അർണോൾഡിനെ എൻ്റെ വില്ലനായിട്ട് ഇറക്കണം. കഴിഞ്ഞ പടത്തില് ദുൽഖർ എൻ്റെ അച്ഛനായിരുന്നു. ഈ പടത്തില് പൃഥ്വിരാജ് എൻ്റെ അച്ഛനായിട്ട് വരണം. പിന്നെ നമുക്ക് ആവേശത്തിൽ അമ്പാനെ കൊണ്ടുവരാം. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ഈ ഡയലോഗുകൾ വിളിച്ചു കഴിഞ്ഞാൽ പൊരിക്കും. ഫ്രഷ് ഇതുപോലത്തെ ഒരു സാധനം വേറൊരു പടത്തിലുണ്ടാവില്ല, പൊളിക്കും. അതാണ്. അപ്പൊ 1000 കോടി ബഡ്ജറ്റ് സെറ്റ്. ഞാൻ ചാത്തിലേക്ക് കാണാം.